അതെ എന്റെ ശരീരം ശക്തി ആർജിച്ചു അങ്ങനെയല്ലേ. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഞായറാഴ്ച ദിവസത്തെ വിശേഷങ്ങളാട്ടോ. കൊച്ചോളുടെ വീട്ടിലാണ്. രാവിലെ എല്ലാവരും വൈകിയാണ് എഴുന്നേറ്റത്. ഞാൻ പിന്നെയും കുറച്ചു നേരം കൂടി കിടന്നുറങ്ങി. ഞാൻ എഴുന്നേറ്റ് വന്ന് ബ്രഷ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഇവിടെ രണ്ടുപേരും കഴിപ്പൊക്കെ കഴിഞ്ഞു. ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ. എന്തുവാടാ ഇവിടെ? ആ എവിടെ? യോ ഇന്നലെ ഇങ്ങനെ ഞാൻ നോക്കാം. പിന്നെ ഇവിടാന്ന് പറഞ്ഞു. പിന്നെ നീ എവിടെ കൊല്ലിയോ? ആ വായി കിടക്കുന്ന ഇറക്കം എന്നിട്ട് പറ. ഇന്ന് മെസ്സില്ലേ? പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലത്തെ കഴിപ്പ് കഴിഞ്ഞപ്പോൾ മാമി കുറച്ച് പഴുത്ത വരിക്കച്ചൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി തന്നു. അതും കഴിച്ചു. ഇപ്പം ദേ 1:30 ആയി. ഉച്ചക്കലത്തേക്കുള്ള ഭക്ഷണം വിളമ്പി. ചീമച്ചക്ക മെഴുക്ക് പുരട്ടി, മോനുകുട്ടന് വേണ്ടി ഉരുളക്കിഴങ്ങ് മെഴുക്ക് പുരട്ടി, പിന്നെ ബീഫ് കറി, ചക്ക വേവിച്ചത്, ചോറ്, മോര് കറി. ഞങ്ങളതൊക്കെ കഴിച്ചു. ഒരു 2 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പോകാൻ ഇറങ്ങിയതാട്ടോ. കുഞ്ഞോ കുഞ്ഞോയ്ക്ക് പാപ്പം. കുഞ്ഞോയ്ക്കും ജാനി ചേച്ചിക്കും. അത് ജാനിക്കുട്ടിയുടെ കൊടു. ചക്കരോ? അപ്പൊ അവന്റെ വയലുണ്ടമ്മോ? ഇല്ല, അവന് ഇറക്കാൻ അറിയത്തില്ലല്ലോ. കുഞ്ഞു വായിച്ചു. അമ്മോ, ജാനിയല്ലേ? കുഞ്ഞോന് മേടിച്ച ബാഗിൽ ജാനുവേനോ? അവിടെ പേരെന്തോ ചോദിക്കാമോ? ഇറങ്ങണം. അമ്മ അവനില്ലേ അമ്മ? ഇപ്പൊ നടക്കുന്ന തിരിച്ചോ? എടുക്കുന്ന ഞാൻ തിരിച്ചതല്ല. നമ്മുടെ രാമനെ വരച്ചതാണ്. മൊബൈലിന്റെ പകുതി
കൊടുക്ക, കുഞ്ഞിന് കൊടുക്കും. അങ്ങനെ നമ്മൾ ഈ വർഷത്തെ അവധിക്കാല യാത്രകളെല്ലാം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി വന്നു നല്ല മഴയാണ്. അവിടെ ഇരുന്നൊരു മഴ കണ്ടതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ കുറെ തുണികൾ കഴുകാനുള്ളത് ഒരു പ്രത്യേകം പാക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാം വാഷിംഗ് മെഷീനകത്ത് ഇടാം. പിന്നെ കുളിക്കണം. മോനിക്കുട്ടൻ കുളിക്കാൻ പോവാണ്. രാത്രിയിലത്തേക്ക് ചോറും കറികളും ഒന്നും ഇരിപ്പില്ല. എന്ത് തോന്നുന്നു അന്നേരം എന്തെങ്കിലും റെഡിയാക്കി കഴിക്കാം എന്ന് വിചാരിച്ചിരിക്കും കേട്ടോ. പാല് മേടിച്ചിട്ട് കുളിച്ചിട്ട് വന്ന് നമുക്ക് ചായ ഇട്ട് കുടിക്കാം. ഇനിയിപ്പൊ നാളെ മുതൽ വീണ്ടും ചങ്കരൻ തെങ്ങൽ എന്ന് പറഞ്ഞാല് വീണ്ടും പഴയ പടി. ഇവിടെ എല്ലാം ഒന്ന് തൂത്ത് വാരി തുണി കഴുകാനുള്ളതെല്ലാം വാഷിംഗ് മെഷീനകത്ത് ഇട്ടു. ഞാൻ കുളിച്ചു. മോനിക്കുട്ടൻ ചായ ഇട്ടു കേട്ടോ. പിന്നെ ഇതൊക്കെയാണ് നമുക്ക് കുറിക്കാനുള്ളത്. ഈന്തപ്പഴവും ബദാംപരിപ്പ്, പിന്നെ ഇത് നമ്മുടെ ലേസ് പോലത്തെ ആ ടിന്നിനകത്ത് അതിന്റെ പേര് മറന്നുപോയി. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വൈകിട്ടത്തെ ചായ കുടിയുടെ ഭക്ഷണം. ഒരു വലിയ മഴ തോന്നുന്നു. അടുത്ത മഴക്കുള്ള കോള് ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോസിനകത്തൊക്കെ മാമിയുടെ വിവരങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാമി അങ്ങ് എത്തി, കുഴപ്പമൊന്നുമില്ല, നല്ല ഫാമിലിയാണ്, നല്ല ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാമി അവിടെ ഹാപ്പിയാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു ഫാമിലി മെമ്പറെ പോലെ സ്നേഹമുള്ള ആൾക്കാരാണ് മാമിയെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാൻ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിന്നെ എനിക്ക് ബോട്ടിംഗ് ഇല്ല ഫോണിനകത്ത്, അതുകൊണ്ട് മാമിയെ വിളിച്ച് സംസാരിച്ചില്ല, മെസ്സേജ് മാത്രമേ ഉള്ളൂ. ബോട്ടിംഗ് എടുക്കണം. ഫോണിനകത്ത് എടുക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം വീഡിയോ ഈ ആപ്ലിക്കേഷനൊക്കെ എടുക്കുമ്പോൾ സ്പേസ് കുറയുവാണ്. അതുകൊണ്ട് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ലാഗായി പോകും. അതുകൊണ്ടാണ് കഴിവതും ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മുടെ ഫോണിനകത്ത് ഒഴിവാക്കുവാൻ. അല്ല പിന്നെ കുഞ്ഞു ഫോണിനകത്ത് എടുക്കണം. അതിനകത്ത് സ്റ്റോറേജ് കംപ്ലൈൻറ്റ് ഉണ്ട്, സ്റ്റോറേജിന്റെ പ്രശ്നമുണ്ട്. നോക്കാം. പിന്നെ രാത്രിയിലത്തേക്ക് ഇന്നും ഞാൻ ഒരു പാക്കറ്റ് നൂഡിൽസ് മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. അപ്പൊ രാവിലെ എടുക്കാവുന്നതുണ്ടായിരുന്നു, രാത്രി അത് ഉണ്ടാക്കി കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനൊക്കെ ഉണ്ട്, കുറെ ഉണങ്ങിയതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഇനി ഒരു ജോലിയാണ്. വീഡിയോ എഡിറ്റ് ചെയ്തിൽ ഇന്നത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കിടക്കും. നോക്കാം. മഴയാണ് പ്രിയങ്ങളെ, ഭയങ്കര മഴയാണ്. ഇവിടെ എല്ലാം കാട് കയറി. അന്ന് മാമിയൊക്കെ വന്നപ്പോ എല്ലാം ഒന്ന് വൃത്തിയാക്കിയതാ മുറ്റമൊക്കെ, പിന്നെയും കാടായി. നല്ല തണുപ്പാ. തണുപ്പെന്ന് ചെറിയ മഴ എവിടെയെങ്കിലും പെയ്താൽ മതി, എനിക്ക് പിന്നെ അങ്ങ് തണുപ്പാട്ടോ. ഞാന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് അന്നേരേ പോയി കിടന്നു, കുറച്ചു നേരം ഉറങ്ങി. പിന്നെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്ന് അപ്ലോഡ് ചെയ്യാനുള്ള ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ എഡിറ്റ് ചെയ്തു പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം എടുക്കും അത് അപ്ലോഡ് ആവാൻ. അപ്പോഴത്തേക്ക് തുണി വാഷിംഗ് മെഷീനകത്ത് കുറച്ചു നേരമായി ഓഫായിട്ട്, അതെടുത്ത് വിരിക്കാൻ ഞാൻ അങ്ങ് എഴുന്നേറ്റു. പിന്നെ രാത്രി നമുക്ക് ഇച്ചിരി ചൂടോടെ നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചാലും മോനിക്കുട്ടൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തേടെ അങ്ങനെ അങ്ങ് പോട്ടെ. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ശുചിച്ചെടുക്കലും മാമിയുടെ എടുക്കലും ഒക്കെ പോയ സമയത്ത് ഞാൻ പതിവിൽ ഞാൻ കഴിക്കുന്നതിലും കൂടുതൽ ആഹാരം ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ 2 നേരമൊക്കെ കഴിക്കാനെടുക്കുന്ന ചോറൊക്കെ മാമിയാണെങ്കിലും സുചിച്ചാണെങ്കിലും ഒറ്റത്തവണയൊക്കെ എനിക്ക് വിളമ്പി അവിടെ കൊണ്ട് വെക്കും. ഞാൻ പിന്നെ കുറച്ചൊക്കെ എടുത്ത് മാറ്റി കഴിക്കും. ബാക്കി ഞാൻ പതിവിലും കൂടുതൽ കഴിച്ച ആഹാരമൊക്കെ കുറേ ദിവസങ്ങളായിട്ട് പതിവിലും കൂടുതൽ ആഹാരമൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ വേറെന്താണ്, എൻ്റെ ഷോർട്ട് വീഡിയോയുടെ എല്ലാം താഴെ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് പേര് വന്ന് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുറേ ദിവസങ്ങളായിട്ടുള്ള ഉറക്കക്കുറവ് കാരണമായിരിക്കും കണ്ണിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഒരു നീര്.
പിന്നെ ഇപ്പം ഞാൻ കിടന്നെന്ന് പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് നല്ലപോലെ എനിക്ക് ഉറങ്ങാൻ പറ്റും. പിന്നെ ഞാൻ ഉണർന്നു. ഇനിയിപ്പോൾ രാത്രി ചിലപ്പോൾ ഞാൻ ഉറങ്ങാൻ കിടക്കുമ്പോൾ എനിക്ക് ഉറക്കം പറ്റില്ല. അങ്ങനെയായിരുന്നു കേട്ടോ. മുഖത്തും നീരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പം ഞാൻ കിടന്നതിൻ്റെതായിട്ടുള്ള എന്തെങ്കിലും മാറ്റം കാണും. പിന്നെ പിന്നെ നിങ്ങളെല്ലാവരും പറയുന്ന പോലെ എൻ്റെ കുഞ്ഞുങ്ങളുടെ മുഖം ഓർത്താൽ എനിക്ക് തളർന്നിരിക്കാൻ തോന്നത്തില്ല. അവർക്ക് വേണ്ടിയിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എന്താ പറയുന്നത്, ദൈവം എനിക്ക് തന്നിരിക്കുന്ന നിയോഗം എന്ന് പറയുന്നത് അവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ്. എനിക്ക് അങ്ങനെയാണ് തോന്നാറുള്ളത്. ഒരുപക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വെല്ലുവിളി പോലെ ഒരു രോഗം വന്ന സമയത്ത് ഞാൻ അതിന് അടിപ്പെട്ട് പോയിരുന്നെങ്കിൽ, അന്നേരം എനിക്ക് മാനസികമായിട്ട് ഒരു ധൈര്യം ദൈവം തന്നിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ ഇന്ന് നമ്മൾ ഈ ആകാശദൂത് സിനിമ എൻ്റെ ജീവിതവുമായിട്ട് ഇത്രയേറെ ബന്ധപ്പെടുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നല്ല കേട്ടോ. എനിക്ക് അസുഖം വന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ മനസ്സിലൂടെ കടന്നു പോയത് ആ സിനിമയും ആ സിനിമയിലെ കഥാപാത്രങ്ങളും അതിലെ ദുഃഖകരമായ അനുഭവങ്ങളും ഒക്കെ തന്നെയാണ്. കാരണം എപ്പോഴൊക്കെയോ എൻ്റെ ജീവിതത്തിൽ അത് നടക്കാൻ പോകുന്നു എന്ന് പല 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 അനുഭവങ്ങളിലൂടെ എന്നെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. മോൻകുട്ടനെ മുത്തിനെയും കൂടെ നോക്കാൻ പറ്റാതെ മുത്തിനെ സ്കൂൾ ഹോസ്റ്റലിലോട്ട് മാറ്റിയ സമയത്തൊക്കെ ഞാൻ ഒരുപാട് തകർന്നു പോയ ഒരു ദിവസങ്ങളാണ് അതൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാൻ മോനുകുട്ടനെ പ്രഗ്നൻ്റ് ആവുന്ന സമയം വരെ ഞാൻ എൻ്റെ തോളിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചായിരുന്നു മുത്തിനെ ഉറക്കുന്നത്. ഉച്ച വയറൊക്കെ ആയ സമയത്ത് കുഞ്ഞ് ചവിട്ടുമൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവനെ പതുക്കെ മാറ്റി കിടത്തിയത്. നമ്മൾ അത്രയും കെയർ കൊടുത്ത് വളർത്തുന്ന മക്കളെ നമ്മൾ എവിടെയെങ്കിലും നമ്മുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുടെ പേരിൽ എങ്ങോട്ടെങ്കിലും ഒക്കെ മാറ്റി നിർത്തേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ ദുഃഖകരമല്ല. അന്നൊക്കെ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. ഞാൻ മുത്തിൻ്റെ കാര്യമൊക്കെ ഓർത്ത് ഒത്തിരി കരഞ്ഞിട്ടുണ്ട്, സങ്കടപ്പെട്ടിട്ടുണ്ട്. ആദ്യത്തെ കീമോയ്ക്കൊക്കെ പോയിട്ട് വന്നപ്പം എൻ്റെ കുഞ്ഞിൻ്റെ പിറന്നാളായിരുന്നു അന്ന്. എന്നിട്ട് പോലും എനിക്ക് അവനെ ഒന്ന് അടുത്ത് കാണാൻ പറ്റിയില്ല, അവനൊന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ പറ്റിയില്ല. ഞാൻ കീമോ കഴിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് ഇൻഫെക്ഷനൊക്കെയുള്ള സാധ്യത ഉണ്ടെന്നൊക്കെ പറഞ്ഞത് കൊണ്ട് ഞാൻ വെളിയിലോട്ടിറങ്ങിയില്ല. വണ്ടിക്കകത്ത് തന്നെ ഗ്ലാസ്സൊക്കെ ഇട്ടേക്കുമായിരുന്നു, മാസ്കൊക്കെ വെച്ചിരിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ തന്നെയാണ് മുത്തിനെ കണ്ടത്. പിന്നെ കുറേയൊക്കെ ജീവിതത്തിൽ കുറേ ബുദ്ധിമുട്ടുകൾ, എൻ്റെ രോഗം സംബന്ധിച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ ഒട്ടും, എൻ്റെ മോനിക്കൂട്ടിനെ ഒട്ടും നോക്കാനും എടുക്കാനും വയ്യാത്ത സമയമൊക്കെ വന്നപ്പം പലരും എന്നോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കൊടുക്കാമെന്ന്. ഞാൻ രക്ഷപ്പെട്ടില്ല എന്ന് വിചാരിച്ച് തന്നെയാണ് പറഞ്ഞത്. അവിടെ നിന്നൊക്കെ ദൈവം എന്നെ ഇത്രത്തോളം നടത്തി എനിക്കൊരു ജോലിക്ക് പോകാനുള്ള ബലം തന്നു. എൻ്റെ ശരീരത്തിൽ ഞാൻ എഴുന്നേറ്റ് നടക്കാനും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആഹാരം വെച്ച് കൊടുക്കാനും വണ്ടി ഓടിക്കാനുള്ള ബലം തരുന്നു എൻ്റെ കൈകൾക്ക്. ഇതൊന്നും എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടല്ല ഈ ഒരു ചികിത്സയുടെ കാലം ഞാൻ തള്ളി നീക്കിയത്. പിന്നെ ഈ പറയുന്ന പോലെ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഇറങ്ങും. നമ്മുടെ മക്കൾക്ക് നമ്മൾ വേണം എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നമ്മൾ ഇറങ്ങും, നമ്മൾ ജീവിച്ചേ പറ്റൂ എന്നുള്ളത്. അങ്ങനെ ദൈവം എന്നെ എൻ്റെ കുഞ്ഞുങ്ങളെ കരുതുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ടവർ അത് തന്നെയാണ് പറഞ്ഞത്, മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണം, അവരുണ്ടല്ലോ പിന്നെ എന്തിനാ സങ്കടം വന്ന്, അവരുണ്ട്, അവരെ ഓർത്തൊന്നും അല്ല എൻ്റെ സങ്കടം. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുകയാണെന്നൊന്നും ഞാൻ ഒരിക്കലും പറയത്തില്ല. എൻ്റെ കണ്ണുനീരും എൻ്റെ വേദനകളും എൻ്റെ തകർച്ചയും കാണാൻ ആഗ്രഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എനിക്കേറെ വേണ്ടപ്പെട്ടവരുള്ളത് കൊണ്ടാണ് ഞാൻ അതേപ്പറ്റി ഒന്നും പബ്ലിക്കിൽ പറയാത്തത്. എനിക്കതിൽ എന്താ പറയുക, അതേപോലെ അനുഭവിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് അച്ഛന്മാരുണ്ട്. ഈ ഒരു വേദനകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് ആണും പെണ്ണും എന്നുള്ള വ്യത്യാസമൊന്നും എനിക്ക് ഇന്നുവരെ ഈ അനുഭവങ്ങളിലൊന്നും തോന്നിയിട്ടില്ല. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, കുടുംബത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന, ഒറ്റയ്ക്കായി പോകുന്ന, എന്നാൽ നിരന്തരം ഇങ്ങനെ ഹരാസ്മെൻറ്റ് സഹിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട്. എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളൊരു എന്താ പറയുന്നത്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ഒരാളുടെ മുമ്പിലും പോയി തലകുനിച്ച് നിൽക്കരുത് എന്നുള്ളൊരു ഒറ്റ ആഗ്രഹമേ എനിക്കുള്ളൂ. അവർക്ക് ഒരുപാട് സമ്പാദിച്ചു കൊടുക്കാനൊന്നും എനിക്ക് പറ്റിയെന്ന് വരത്തില്ല, പക്ഷെ അവർക്കൊരു നിലനിൽപ്പുണ്ടാക്കി കൊടുക്കുന്നത് വരെ എനിക്ക് ജീവിച്ചേ പറ്റുള്ളൂ. വേദനകൾ, എൻ്റെ വീഴ്ച, അതൊക്കെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന് എനിക്കെതിരെ ദ്രോഹം ചെയ്യുന്ന ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ദൈവത്തിൻ്റെ ചിറകുകളുടെ സംരക്ഷണയിലാണ് ഞാൻ ഒരുപാട് വലിയ ദൈവഭക്തിയോടെ ജീവിക്കുന്ന ആളൊന്നുമല്ല, പക്ഷെ എൻ്റെ മനസ്സ് ദൈവം കാണുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ബൈബിള് കാണാതെ പഠിച്ച ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ. ഈ ദൈവഭക്തിയുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലിയ തകർച്ച തന്ന ആൾ എന്നോട് പറഞ്ഞിട്ടുള്ള ആളാണ് കേട്ടോ. ഞാൻ
6-7 തവണ ബൈബിള് ഫുള്ള് വായിച്ച് തീർത്ത ആളാണ്. ബൈബിൾ എനിക്ക് കാണാപ്പാടമാണ്. എനിക്കങ്ങനെ കാണാപ്പാടമൊന്നുമല്ല. പക്ഷേ ദൈവത്തിന് എൻ്റെ ജീവിതവും എൻ്റെ മനസ്സും ഒക്കെ കാണാപ്പാടമാണ്. എൻ്റെ കണ്ണുനീര് അദ്ദേഹം കാണുന്നുണ്ട്, ഞങ്ങളെ മുന്നോട്ട് നടത്തുന്നുണ്ട്. ഞാൻ മനസ്സുകൊണ്ട്, അതുകൊണ്ട് ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാ വേദനകളിലും ദൈവം എനിക്ക് തുണയാകുമെന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഒരുപാട് മതപ്രഭാഷണം നടത്തണമെന്നോ അല്ലെങ്കിൽ ബൈബിള് കാണാതെ പഠിക്കണമെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. ഈ ഒരുപാട് വിശ്വാസം പറയുന്നവരാണ് മനുഷ്യരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. മാനസികമായിട്ട് ഒരാളെ വേദനിപ്പിക്കാൻ അവർക്കേ പറ്റുള്ളൂ ഏറ്റവും കൂടുതൽ. പിന്നെ ചിലപ്പോഴൊക്കെ മനുഷ്യൻ എന്നുള്ള ഒരു പരിമിതിക്കുള്ളിൽ ചിലപ്പോഴൊക്കെ വീണു പോകുന്നുണ്ട്, തളർന്നു പോകുന്നുണ്ട്. അത് സ്വാഭാവികമാണല്ലോ, എല്ലാ വ്യക്തികളും അങ്ങനെയല്ലേ. അപ്പോൾ അതിൽ എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരോടും എൻ്റെ സ്നേഹം അറിയിക്കുവാണ് കേട്ടോ. അപ്പം എന്നെ ദ്രോഹിക്കുന്നവരോടാണേലും എന്നെ സ്നേഹിക്കുന്നവരോടാണേലും എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എല്ലാം ദൈവം കാണുന്നുണ്ട്, ദൈവം കൂടെ ഇരിക്കട്ടെ കേട്ടോ. നമുക്കിനി തുണിയൊക്കെ വിരിച്ചിട്ടിട്ട് വന്ന് അത്താഴത്തിനുള്ള പരിപാടികൾ നോക്കാം. ഒരാളിവിടെ നൂഡിൽസിന്റെ പ്രിപ്പറേഷനിലാണ്. അടിപൊളിയായിട്ട് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മല്ലിയില ഇല്ലായിരുന്നല്ലോ, മാമി തന്നതാട്ടോ ഉപ്പിലിട്ട നെല്ലിക്ക. ഞാന് കഴിഞ്ഞ ദിവസം മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്ത സാധനമുണ്ട്, നാരങ്ങ പിഴിയുന്ന സാധനം. ഇത് പണ്ട് വീട്ടിലുണ്ടായിരുന്നു. ഇതിന്റെ ഈ മോഡലല്ലായിരുന്നു, പക്ഷെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിഴിയത്തില്ല അത്. പിന്നെ ഞാനിപ്പം കുറേ എടുത്ത് ചോദിച്ചിട്ടൊന്നും എനിക്കിത് കിട്ടിയിട്ടില്ല. പിന്നെ നമ്മളിങ്ങനെ സ്റ്റീലിന്റെ ഉണ്ടല്ലോ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന അതേ ഉള്ളായിരുന്നു. അത് എനിക്ക് അത്ര ഇഷ്ടമാണ്. മീഷോയിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ഇതോ എന്തോ ഇതിന്റെ യൂസ് എന്തോ എന്ന് എനിക്കറിയത്തില്ല. അറിയാവുന്നവരുണ്ട് കമന്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് കിട്ടിയത്. ഇതിന് 90 രൂപയുള്ളൂ കേട്ടോ. നമ്മളിത് എന്തുവാ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യുമ്പോൾ 90 രൂപയ്ക്കാണ് കിട്ടിയത്. വിച്ചാറ്റയുടെ കാര്യം കുറെ പ്രിയപ്പെട്ടവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിത് ഓൺലൈനിൽ മേടിച്ചതാ, ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാട്ടോ. മീഷോയിലും ഉണ്ട്, പക്ഷെ മീഷോയിൽ എനിക്ക് ഈ ഡിസൈൻ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആമസോണിലും ഫ്ലിപ്പിലും എല്ലാം കയറി തപ്പിയെടുത്ത് ഇതെനിക്ക് കിട്ടിയതാട്ടോ. വേണ്ട പൊടി ഇവിടെ അല്ലേ ഇട്ടോ. 8 മണിയാകുമ്പോ കഴിക്കാം. 8 മണിയാവട്ടെ. ഇന്ന് എന്റെ മോനിക്കുട്ടനാണ് എനിക്ക് വിളമ്പുന്നത്. മതിയൊക്കെ മതി 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 വേണ്ട മതിയിടാ, വേണ്ട അമ്മയ്ക്ക് മതി. അമ്മയ്ക്ക് പിന്നെ വേണേ അമ്മ എടുത്തോളാം. നമ്മുടെ ഇന്നത്തെ അത്താഴം ഇതാണ് പ്രിയങ്ങളെ. എന്നും ചോറും കഞ്ഞിയും സാമ്പാറും ചമ്മന്തിയും അവിയലും മീൻ കറിയും മീൻ വറുത്തതും ഒക്കെ അല്ലേ. ഇന്ന് നമുക്ക് ഇങ്ങനെ പോവാട്ടോ. വാ മോനിക്കുട്ടനും വാ. മോനിക്കുട്ടൻ്റെ വേണ്ട സോസ് വേണ്ട, അമ്മയ്ക്ക് സോസ് വേണ്ട, ഇത് മാത്രം മതി. കഴിക്കട്ടെ പ്രിയങ്ങളെ. മോനിക്കുട്ടൻ വിളമ്പുന്നു. വാ. മോനിക്കുട്ടൻ സ്പെഷ്യൽ നൂഡിൽസ് ആണ് നമ്മുടെ ഇന്നത്തെ അത്താഴം. അപ്പൊ നമുക്കിനി നാളെ കാണാം കേട്ടോ. ടാറ്റാ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.